തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ തൃണമൂൽ കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലാണ്. തോൽവിക്ക് പിന്നാലെ പാർട്ടിയിൽ നിന്ന് കൗൺസിലർമാരുടെ കൂട്ടപ്പലായനം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തൃണമൂലിന്റെ 50ഓളം MLA-മാരും 20ഓളം MP-മാരും BJP-യിലേക്ക് വരാൻ തയ്യാറാണെന്നാണ് BJP MP സൗമിത്ര ഖാന്റെ പ്രസ്താവന വന്നിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര നേതൃത്വം പച്ചക്കുടി കാട്ടാൻ കാത്തിരിക്കുകയാണ് പോലും. മറ്റൊരു വാർത്ത കൂടി പശ്ചിമ ബംഗാളിൽ നിന്ന് വരുന്നു. നാളെ ഇപ്പോൾ പെരുന്നാളാണ്, ബലിപെരുന്നാളാണ്. അപ്പോൾ പെരുന്നാളിന് മുന്നോടിയായി അവിടെ സുവേന്ദു അധികാരി സർക്കാർ കശാപ്പ് നിയന്ത്രണം ശക്തമാക്കിയിരുന്നു. അവിടെ ഇപ്പോൾ ഹിന്ദു കന്നുകാലി വ്യാപാരികൾ ഉൾപ്പെടെ വലിയ പ്രതിഷേധത്തിലാണ്. എന്താണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മുസ്ലിം യുവാക്കൾ ഉൾപ്പെടെ സംഘടിച്ചെത്തുന്നു. അവിടെ കന്നുകാലികളെ കശാപ്പ് ചെയ്യുന്നതിനെതിരെ അവർ തന്നെയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. അവിടെ യൂട്യൂബർമാർ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ഇൻഫ്ലുവൻസേഴ്സ് വലിയ ആഹ്വാനം ചെയ്തിരിക്കുന്നത് നിങ്ങൾ പശുക്കളെ അറക്കരുത്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ആടുകളെ അറക്കൂ നാളെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള ആഹ്വാനം ഉൾപ്പെടെ നടന്നു കഴിഞ്ഞിരിക്കുന്നത്. എന്താണ് ബംഗാളിൽ നടക്കുന്നതെന്ന് നോക്കാം. പ്രൊമോസർ, എങ്ങനെയാണ് ഇപ്പോൾ ബംഗാളിൽ ഈ സംഭവവികാസങ്ങൾ നോക്കിക്കാണേണ്ടത്? അല്ല, ഒന്ന് രാഷ്ട്രീയമായി തൃണമൂൽ കോൺഗ്രസ് നേരിടുന്ന തിരിച്ചടി അത് നമ്മൾ പ്രതീക്ഷിച്ചതായിരുന്നു. കാരണം BJP അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാടൊന്നും പിന്നെ അവർക്ക് പിടിച്ചു നിൽക്കാൻ വലിയ പ്രയാസമായിരിക്കും. ഇത് മാത്രമല്ല, ഇപ്പോൾ ഇവിടെ പിണറായി വിജയനെതിരെ ED ഇറക്കിയ അതേ മോദി അമിത്ഷാ കൂട്ടുകെട്ട് അവിടെ എന്ത് ചെയ്യും എന്നുള്ളത് നമ്മൾ ഇനി കാണാൻ പോകുന്നേ ഉള്ളൂ. എനിവേ, അതൊരു വശത്ത്. പക്ഷേ അതേസമയം തന്നെ സുവേന്ദു അധികാരി ഇപ്പോൾ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നയങ്ങൾ, തീരുമാനങ്ങൾ, അത് അങ്ങേയറ്റം അവിടുത്തെ സിവിൽ ലൈഫിനെ തന്നെ തകിടം മറിക്കുന്ന രീതിയിലാണ്. നമ്മൾ വിചാരിക്കുന്നു അത് ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രമാണ് ബാധിക്കുക എന്ന്. അല്ല, അത് കൂടുതൽ വിഭാഗങ്ങളെ, പ്രത്യേകിച്ച് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന വിഭാഗങ്ങളെ പോലും ബാധിക്കുന്നു എന്നതിൻ്റെയാണ് ഏറ്റവും ഒടുവിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. അതായത് ഇപ്പോൾ ഡയറി ഫാം നടത്തുന്ന ആളുകൾ, അവർ ധാരാളം പേര് അവർ BJP-യെ സപ്പോർട്ട് ചെയ്യുന്ന ഹിന്ദു ജനവിഭാഗങ്ങളുണ്ട്. അവർക്ക് കച്ചവടം നടത്താൻ പറ്റുന്നില്ല. കാരണം അറക്കാൻ പശുക്കളെ വിൽക്കാൻ തയ്യാറല്ല, ആരും വാങ്ങുന്നില്ല. ഇവർ വിൽക്കാൻ വന്നു കഴിഞ്ഞാൽ ആരും വാങ്ങുന്നില്ല. കാരണം അതിന്റെ പേരിൽ ഇവർ അകത്താവും. അതിന്റെ പേരിൽ കാരണം വെച്ചാൽ 14 വർഷം വരെ പ്രായമുള്ള പശുക്കളെ മാത്രമേ, അതിൽ കൂടുതൽ പ്രായമുള്ള പശുക്കളെ മാത്രമേ അറക്കാൻ പാടുള്ളൂ എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന നിയമം. അപ്പോൾ ഞാൻ പറയുന്നത്, അവിടെ ഒരു വിഭാഗത്തെ, പ്രത്യേകിച്ച് മുസ്ലിം ജനവിഭാഗത്തെ ലക്ഷ്യമിട്ട് ഇവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നടപടികൾ തിരിച്ച് അവിടുത്തെ ബിസിനസ്സിനെയും അവരെ തന്നെ അധികാരത്തിലേറ്റിയ ജനവിഭാഗങ്ങളെയും ബാധിക്കുന്ന രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് സ്വാഭാവികമാണ്. കാരണം ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതിര് കവിഞ്ഞ രീതിയിൽ നടപടികളിലേക്ക് പോവുക എന്ന് പറയുന്നത്, അവരുടെ അജണ്ട വെച്ച് നടപടികളിലേക്ക് പോവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല. ബിസിനസ് ഉൾപ്പെട്ടിട്ടുണ്ട്, ആളുകളുടെ ജീവിതം, അല്ലേ, അങ്ങനെ പല കാര്യങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ പറയുന്ന ഈ കൃഷിക്കാർക്കുണ്ടാകാവുന്ന നഷ്ടം എത്ര വലുതാണെന്നാണ്. അവരിനി എന്ത് ചെയ്യാണ്? ഈ കന്നുകാലികളെ കൊണ്ട് അവരെന്ത് ചെയ്യാനാണ്? അവർക്ക് വാങ്ങാൻ ആളില്ലാതെ വന്നു കഴിഞ്ഞാൽ അവരുടെ ജീവിതം. അപ്പോൾ അവരിപ്പോൾ മാർച്ച് നടത്തുകയാണെന്നാണ് പറയുന്നത് ഇവരുടെ ഓഫീസുകളിലേക്കും മറ്റും. അപ്പോൾ ഒരു എന്താ പറയുക, അവർക്ക് കിട്ടാൻ പോകുന്ന തിരിച്ചടി വലുതായിരിക്കും എന്നുള്ളതാണ്. സുവേന്ദു അധികാരി സർക്കാരിന് ഇതുമൂലം കിട്ടാൻ പോകുന്ന തിരിച്ചടി കുറച്ച് കടുത്ത് തന്നെയായി. റാവു, ഇവിടെ BJP കൊണ്ടുവരുന്ന തീരുമാനങ്ങൾ തന്നെ BJP-ക്ക് തന്നെ തിരിച്ചടിയാകാൻ പോവുകയാണോ ബംഗാളിൽ? അതിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കാലം കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത 5 വർഷം കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പ്, അല്ലെങ്കിൽ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രമേ അവരുടെ മുമ്പിലുള്ളൂ. ആ സമയത്തേക്ക് കത്തിക്കാൻ പുതിയൊരു വിഷയമായിട്ട് അവർക്ക് വരാവുന്നതാണല്ലോ. അപ്പോൾ കന്നുകാലികളെ വിൽക്കാൻ പറ്റുന്നില്ല, കന്നുകാലികൾ പലയിടത്തും പട്ടിണി കിടന്ന് ചാവുന്നു. പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ട്സ് നമ്മൾ കാണുന്നുണ്ട്. മാലിന്യ കുമ്പാചരകളിൽ 100 കണക്കിന് കന്നുകാലികൾ മരിച്ചു കിടക്കുന്നതിന്റെ വിഷ്വൽസ് ഒക്കെ വരുന്നു. അപ്പോൾ കന്നുകാലികൾ ഞങ്ങൾക്ക് ദൈവതുല്യമാണ്, അവയ്ക്ക് പട്ടിണി കിടക്കേണ്ടി വരുന്നു, അവർ റോഡിലൂടെ അലഞ്ഞു നടക്കുന്നു, അവരുടെ മൃതദേഹങ്ങൾ കാണുന്നു. ഇതൊക്കെ കാണുമ്പോൾ സംഘ് പരിവാറിൻ്റെ ഒരു പിന്തുണക്കുന്ന ആൾക്കാരും സംഘ് പരിവാർ നേതാക്കളൊക്കെ അസ്വസ്ഥരാവുകയും അവർ ഈ പോളിസിയിലുള്ള ചേഞ്ച് വരുത്തി കളയും എന്നൊക്കെ നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. അവർക്കങ്ങനെ സംഘ് പരിവാറിൻ്റെ ഭാഗം, പൊളിറ്റിക്കൽ ഹിന്ദുത്വയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകൾക്ക് അങ്ങനെ രാഷ്ട്രീയ ഈ കന്നുകാലിയോട് അങ്ങനെ ഒരു ഇമോഷനുമില്ല. അവരുടേത് അത് മുസ്ലിങ്ങളെ തല്ലിക്കൊല്ലാനുള്ള കേവലമായ ഉപാധി മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് കന്നുകാലി അവിടെ പട്ടിണി കിടന്ന് ചാവുന്നു, അല്ലെങ്കിൽ അതിന് വീടും കുടിയുമില്ല, അത് റോഡിൽ അരഞ്ഞു നടക്കുന്നു, അതിന് വിൽക്കാൻ പറ്റുന്നില്ല, അത് അവരുടെ മാറ്റർ അല്ല. അതേസമയം ഏതെങ്കിലും ഒരിടത്ത് 2 മുസ്ലിം ചെറുപ്പക്കാരെ ഒരു കന്നുകാലിയുടെ തൊലിയോ പൂടയോ ആയിട്ട് കിട്ടുമോ എന്നുള്ളത് മാത്രമേ അവർ നോക്കുന്നുള്ളൂ. അത് അവരുടെ വെറുപ്പിനെ ഒരു ആക്രമണ മുറയിലേക്ക് വഴിമാറ്റാനുള്ള കേവല ഉപാധി മാത്രമാണ് അവർക്ക്. അതുകൊണ്ട് കന്നുകാലികൾക്ക് രാജ്യത്ത് ദുരിതമാണല്ലോ, അതുകൊണ്ട് സംഘ് പരിവാറിന് അതുകൊണ്ട് ഹൃദയവേദന ഉണ്ടാകുമെന്ന് വിചാരിക്കേണ്ട. അതിനോട് അവർക്ക് യാതൊരു ഇമോഷനും ഇല്ല, അത് അവർക്ക് വെറും ടൂൾ മാത്രമാണ്. അതുകൊണ്ട് കന്നുകാലികളുടെ ദുരിതവും അതിന്റെ പേരിൽ ആക്രമിക്കപ്പെടുന്ന മനുഷ്യരുടെ ദുരിതവും തുടരാൻ തന്നെയാണ് സാധ്യത. എന്തായാലും BJP സർക്കാർ നടത്തുന്ന ഇത്തരം നീക്കങ്ങളിൽ എങ്ങനെ തൃണമൂൽ കോൺഗ്രസ് പിടിച്ചു നിൽക്കും എന്ന ഒരു ആകാംക്ഷ കൂടിയുണ്ട് ബംഗാളിൽ നിന്ന്.